അപ്പോൾ ചോദ്യമൊന്നുമല്ല സാറ്, കല്യാണമൊക്കെ വേണ്ടേ, ഒരു കല്യാണമൊക്കെ വേണ്ടതെന്ന് മുന്നേ ചോദിച്ചിട്ട് സാറ് ചിരിച്ചുകൊണ്ട് വിവാദം തള്ളി മാറ്റിയ ചോദ്യമാണ്. അതിനുത്തരം പറയാമോ? അന്ന് പറഞ്ഞ കഴിച്ചിട്ടുണ്ട്. എന്തിനാ കഴിച്ചത്? ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓരോരുത്തർക്കും ഓരോ ഡിസിഷൻസ്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ചാണ്ടി സാറിനോട് ഞാൻ പണ്ട് വിവാദമായ ചോദ്യമായിരുന്നു അത്. കാരണം പുള്ളി അത് ചിരിച്ചുകൊണ്ട് തന്നെ നല്ല തമാശയായിട്ട് ഒരു വിവാദം തീർത്ത് വിട്ടു. ഒരു പാപ്പരാശികളോ ചോദ്യം ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്ത് വിട്ട് ചോദ്യമായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ചോദിച്ചു. പുള്ളി അത് നല്ല രീതിക്ക് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു. പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും, ഇനി ദേഷ്യം വരുന്ന ഉത്തരമാണെങ്കിലും അല്ലെങ്കിൽ മോത്തടിച്ചു പോലെ പറയുന്ന ഉത്തരമാണെങ്കിലും ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും കൂടി ആയതുകൊണ്ട് രണ്ടുപേരെയും ഒരു സൗമ്യമായ ഒരു ഫേസ്, സൗമ്യമായ സ്വഭാവം, അതേപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, താങ്കൾ കല്യാണം കഴിച്ചതാണോ എന്ന്. അപ്പം പുള്ളി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നായിരിക്കാം. അപ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് നീ കഴിച്ചില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ പൈസ ആയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയുമല്ലോ. അപ്പോൾ അതേപോലെ അപ്പോൾ പുള്ളി തിരിച്ച് പറയാനൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. ഏത് അങ്ങനെയാണെങ്കിൽ എനിക്കും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുന്നില്ല എന്നായിരിക്കും പറയാൻ വന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ പുള്ളിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും അവരുടെ തീരുമാനങ്ങളുണ്ടല്ലോ, അതുപോലെയാണെന്ന് പറഞ്ഞു. അതായത് താങ്ക് യു.